ഏതൊരാളുടെ വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റ് ഷെങ്കൻ വിസ. ഈ യൂറോപ്യൻ ട്രിപ്പ് നമ്മൾ 8 ദിവസം കൊണ്ട് 4 കൺട്രീസ് ആണ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ട്രിപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് EasyJet ആണ്. നമുക്ക് എൻട്രി ആവേണ്ട ആദ്യത്തെ കൺട്രി ഫ്രാൻസ്. UK പാരീസിലെത്താൻ വേണ്ടി 1 മണിക്കൂർ, പക്ഷെ അവിടുത്തെ ചെക്കിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി 2 മണിക്കൂർ. eSIM സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ ഈ ആപ്പ് ഉപയോഗിച്ചാൽ നെറ്റ്വർക്കിന് പഞ്ഞുണ്ടാവില്ല. ഇതിന്റെ പ്രൊമോ കോഡ് താഴെ കൊടുത്തേക്കാം, സാധനം ചുളിവ് കിട്ടും. എയർപോർട്ട് ടാക്സിനെക്കാളും ബെറ്റർ ബോൾട്ട് അല്ലെങ്കിൽ ഊബർ ആണ്. Airbnb വഴിയാണ് ഈ ട്രിപ്പിലെ എല്ലാ അക്കോമഡേഷനും നമ്മൾ സെറ്റ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ Airbnb ആണ് ബെറ്റർ ഓപ്ഷൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പാരീസ് കാണാൻ വേണ്ടി ബസ്സിൽ ചാടി കയറി. ഭാഗ്യം ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, ഞങ്ങൾക്ക് ഫ്രഞ്ചും അറിയില്ല. ഈ ബസ്സിൽ ക്യാഷ് എടുക്കില്ല, നേരത്തെ എന്തോ ടിക്കറ്റ് കാർഡ് എടുത്ത് വെക്കണമായിരുന്നു. ഞാനും ഡ്രൈവർ ആംഗ്യ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. അവസാനം അവൻ പറഞ്ഞു, വെൽക്കം ടു പാരീസ്, നൈസ് ടു മീറ്റ് യു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നോട്ടർഡാം കത്തീഡ്രൽ. ഏകദേശം 12ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കത്തീഡ്രൽ ബിൽഡ് ചെയ്തേക്കുന്നത്. നമുക്ക് കത്തീഡ്രലിന്റെ ഉള്ളിൽ കയറിയാൽ പണ്ടത്തെ ഇന്റീരിയൽ വർക്ക്സ്, ആർക്കിടെക്ട് എല്ലാം കൂടുതൽ അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഇറങ്ങി സെയിം നദിയോട് തീരം പറ്റി നടന്നാൽ ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. വിശ്വാസമോ അന്ധവിശ്വാസമോ ഇവിടെ ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. മോണലിസ പോലത്തെ വേൾഡ് ഫേമസ് ഗ്രേറ്റ് വർക്ക്സുള്ള ലൂവറി മ്യൂസിയം. ഇവിടുത്തെ ഐക്കോണിക് മാർക്കാണ് ഈ കാണുന്ന ലാർജ് ഗ്ലാസ് പിരമിഡ്. ഒട്ടേറെ സിനിമകളിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കാണാൻ സാധിക്കും, ലൈക്ക് ഡാവിഞ്ചി കോഡ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ സാധിക്കും, പക്ഷേ ഇന്ന് ഇത് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് അതിന്റെ പുറത്തുള്ള ഭംഗി ആസ്വദിച്ച് ഫോട്ടോ എടുത്ത് എല്ലാവരും പോവുകയാണ്. ആ കാണുന്ന കവാടം കഴിഞ്ഞ് ടൂറിസ്റ്റ് ഗാർഡനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി മരങ്ങൾ കൊണ്ടുള്ള ഒരു വിശ്രമ കേന്ദ്രം. സൺബാത്ത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ. ട്രാഫിക് പെട്ടെന്ന് ചാടി കടന്നപ്പോഴാണ് ആർക്ക് ട്രീ ഓഫ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. എന്തോ അലക്സാണ്ടർ ബ്രിഡ്ജിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അങ്ങോട്ട് പോയി. ഉള്ള സമയം കൊണ്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഓടുന്ന ഞങ്ങളെ പുറകുന്ന ആരെ വിളിച്ച പോലെ തോന്നി. വേറെ ആരുമില്ല. ദ മോസ്റ്റ് ഐക്കോണിക് ആൻഡ് ലാൻഡ്മാർക്ക് ഓഫ് പാരീസ്, ഐഫിൽ ടവർ. നമ്മുടെ കുട്ടിക്കാലം മുതലേ സിനിമയിലും പാഠപുസ്തകത്തിലും കണ്ടിട്ടുള്ള ഒരു വേൾഡ് വണ്ടർ. നേരിട്ട് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഗൂസ് ബംസ് എനിക്ക് അവിടെ കിട്ടി. ഗൂസ് ബംസ് കിട്ടി താഴെ നിന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് അതിന് മുകളിൽ കയറിയും കാണാം. ലിഫ്റ്റ് ഉപയോഗിച്ചും അല്ലാതെ നമുക്ക് കയറാൻ പറ്റും. ഈ കാണുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ ഇരിക്കുന്നത് രാത്രി ടവറിന്റെ ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയാണ്. നാളെ അടുത്ത രാജ്യം പിടിക്കണം, അതുകൊണ്ട് ബൈ.